വേറെ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ സൂചന കൂടിയാണ് കാണിക്കുന്നത്. രണ്ട്, വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയും. അപ്പോൾ വിദ്യാഭ്യാസ നിലവാരം നമുക്കറിയാം, ഇവിടെ SSLC ആയാലും +2 ആയാലും പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തുന്നു. ഒരു അവാർഡ് പ്രഖ്യാപനം പോലെ 99% നമ്മളിതാ നേടിയിരിക്കുന്നു, നേട്ടം എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ 99% നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഉയരുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ഇത് വിമർശനമായി വരുമ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ 10 വർഷത്തെ വിദ്യാഭ്യാസ നിലവാരത്തെയൊക്കെയാണ് വിമർശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്തേക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാലങ്ങളായി വിദ്യാഭ്യാസ പദ്ധതി ഏത് രൂപത്തിൽ നടപ്പാക്കുന്നു, അധ്യാപകർക്ക് ആ നിലവാരമുണ്ടോ, അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല, ആ നിലവാരം ആ, ആ, എത്തുന്നുണ്ടോ, വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട മാർക്കാണോ നൽകുന്നത്, എല്ലാവരെയും ജയിപ്പിച്ചുകൊണ്ട് ഉന്നത നിലവാരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഉയരുന്നു എന്ന് കാണിച്ചുകൊണ്ട് 99% കിട്ടുന്നു എന്നൊരു വലിയ മേനി പറച്ചിലാണ്. ആ മേനി പറച്ചിലാണ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പലപ്പോഴായി കാണുന്നത്. അപ്പോൾ അതൊരു ശരിയായ രീതിയാണ്. അപ്പോൾ അതും ഒരു പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ KT ജലീൽ നടത്തിയ പ്രതികരണമാണ് അതിൽ കൂടുതൽ ഗുരുതരമെന്ന് തോന്നുന്നു. എനിക്ക് പ്രാദേശികമായി നടത്തുന്ന ചില പ്രയോഗങ്ങൾ, മയ കുയി എന്നൊക്കെ പറഞ്ഞ്, അവർക്ക് മഴ എന്നും കുഴി എന്നും പറയാൻ അറിയാത്തവരല്ല, പ്രാദേശിക ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അത് പറഞ്ഞുകൊണ്ട് ചിലരെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രാദേശികമായി എന്താണ് ഭാഷാ വൈവിധ്യത്തെ പരിഹസിക്കുന്ന കൂടി വളരെ മോശമായി പോയി എന്നുള്ളതാണ്. ഇതിൽ വിദ്യാർത്ഥികൾക്ക് നൊന്തോ നൊന്തില്ലേ എന്നുള്ളതല്ല, ഇതിൽ തനിക്ക് പിഴവ് പറ്റി, ഇത് ഈ കാലത്ത് സ്വീകരിക്കേണ്ട രീതിയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജലീൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.